അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന നല്ലൊരു റൈസ് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോഫിയാനി പുലാവിൻ്റെ റെസിപ്പിയാണ്. ഞാൻ നേരത്തെ സോഫിയാനി ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. നല്ലൊരു വൈറ്റ് പുലാവാണത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ എടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ജീരകം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കഷ്ണം പട്ട, ഒരു 4 ഏലക്ക, 4 ഗ്രാമ്പു, ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ സ്പൈസസ് ആയിട്ട്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു 3 ഗ്ലാസ് അരിയുടെ അളവാണ് കേട്ടോ. അരിയിലേക്കുള്ള അളവുകളാണ് പറയുന്നത്. അപ്പോൾ അരിയുടെ അളവ് നിങ്ങൾ കൂട്ടുന്നതിനനുസരിച്ചിട്ട് മസാലയുടെ അളവ് നിങ്ങൾ കൂട്ടി കൊടുക്കുക. ഇനി ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു ഉള്ളി അരിഞ്ഞതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും അളവിലേക്ക് ഒരു ഉള്ളി മതി. ഇനി ഇതൊരുപാട് മൂപ്പിച്ചെടുക്കരുത്, ചെറുതായിട്ടൊന്ന് വഴന്നാൽ മാത്രം മതി. ഉള്ളി ഒരുപാട് മൂപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചോറിന് ആ ഒരു കളർ വരും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും മൂപ്പിച്ചെടുക്കരുത്. ഇതൊരു വൈറ്റ് പുലാവാണ് കേട്ടോ. ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധാരണ ഗ്രീൻ പീസാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് ബീൻസും കൂടെ ചേർക്കുന്നുണ്ട്. വെജിറ്റബിൾസിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചേർക്കണില്ല കേട്ടോ. ക്യാരറ്റ് ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാക്കും ചോറിന്. ഇനി ഇതിലേക്ക് കുറച്ച് കോളിഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട്. ഈ കോളിഫ്ലവർ നേരത്തെ ചൂടുവെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിൽ നിന്ന് എടുത്ത് കഴുകിയിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഡയറക്റ്റ് ചേർക്കരുത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി വഴറ്റിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ ഈ സമയത്ത് ചേർത്താലും മതി. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ വേറെ എരിവിന് ആവശ്യമായിട്ടുള്ള വേറെ മസാലകളൊന്നും ചേർക്കണില്ല. അപ്പോൾ പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്തൊന്നും നിങ്ങൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. ഈ വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് സമയം വേവേണ്ട ആവശ്യമില്ല. ചോറിൻ്റെ കൂടെ വെന്താൽ മതി. അത്രയും ടൈം മതി ഇതൊക്കെ വേവാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് ഞാൻ കുറച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട്. കട്ട തൈരായിരുന്നു. അപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പുളിക്കനുസരിച്ച് വേണം നിങ്ങൾ തൈര് ചേർക്കാനായിട്ട്. നല്ല പുളിപ്പുള്ള തൈരാണെങ്കിൽ ഇത്രയും അളവ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം പുളിപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടുതലായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇതിൽ തന്നെയാണ് ചോറ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപ്പ് കൂടുന്നുള്ള ആ ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ. വെജിറ്റബിൾസിനേക്കാളും കുറച്ചും കൂടെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മൊത്തം 4.5 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത്. അതിൽ 2.5 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് പശുവും പാലും കൂടെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ഗ്ലാസ് പശുവും പാലൊക്കെ ചേർക്കട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. പാലിൻ്റെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു അരമണിക്കൂർ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുറഞ്ഞ സമയം ഒരു 15 മിനിറ്റെങ്കിലും നിങ്ങൾ അരി കുതിർത്ത് വെക്കുക. എന്നാലേ നമുക്ക് ആ ഒരു ചോറ് നന്നായിട്ട് തന്നെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പശയൊക്കെ ആയിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസൊക്കെ വഴറ്റിയ സമയത്ത് അതിലേക്ക് അരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മളെ ഈ ഒരു പാലും വെള്ളമൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അരി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം എന്നുള്ളവരാണെങ്കിൽ കേട്ടോ.
ഇനി അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. അതുപോലെ തന്നെ പുളിപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് തീയൊന്ന് കുറച്ച് വെക്കണം. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവൊക്കെ വെള്ളം വറ്റിപ്പോവും, റൈസ് വേവില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് പ്രാവശ്യമൊന്നും തുറന്ന് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു 2 പ്രാവശ്യമൊക്കെ അത്രയും മതിയാവും. വീണ്ടും നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ വെള്ളം മുഴുവനായിട്ടൊന്നും വറ്റി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. തീ കൂട്ടി വെക്കരുത്. സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന അത്രയും സമയം തന്നെ നമുക്കിതിനും ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ അത്. അപ്പോൾ നല്ല വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ആപ്പിളിൻ്റെ സ്ലൈസസ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ ഉള്ളി പൊരിച്ചതൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം.